നമസ്കാരം. ഒരു വശത്ത് ശാന്തമായി ഒഴുകുന്ന കായൽ, മറുവശത്ത് ആർത്തിരമ്പുന്ന കടൽ. ഈ നനഞ്ഞ കാഴ്ചകൾക്കപ്പുറത്തേക്ക് തോട്ടപ്പള്ളിക്ക് ഒരു വരണ്ട കഥയുണ്ട്. കരിമണൽ ഖനനം മൂലം സ്വന്തം ജീവനും ജീവിതമാർഗങ്ങളും നഷ്ടപ്പെട്ട കുറേയധികം മനുഷ്യരുണ്ട് ഇവിടെ. അവരിലേക്കാണ് ഇന്ന് IBN മലയാളം യാത്ര നടത്തുന്നത്. നീലാകാശപ്പരപ്പിനെ ചുംബിച്ച് നീലയായ കടൽ അവളിടയ്ക്ക് തീരത്തെ മുത്തമിടുന്നു. അത്രയേറെ മനോഹരമായ തോട്ടപ്പള്ളി കടപ്പുറം. ആലപ്പുഴ മുതൽ വലിയഴീക്കൽ വരെയുള്ള തീരദേശ യാത്ര ജീവിതത്തോട് പോരടിക്കുന്ന, സംവിധാനങ്ങളോട് കലഹിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതങ്ങളിലേക്ക് കൂടിയുള്ള യാത്രയാണ്. ആഞ്ഞടിക്കുന്ന കടലിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വീടുപോലും തകർന്ന് നിസ്സഹായരായ ഇവർ സർക്കാർ കോർപ്പറേറ്റ് ചങ്ങാതത്തോട് നിരന്തരം ശബ്ദിക്കേണ്ടി വരുന്നു. പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴും സർക്കാർ ഒത്താശയോടെ നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ അവർ തെരുവിൽ സമരം ചെയ്യുന്നു. കോർപ്പറേറ്റ് കുത്തകൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളെ കാർന്നു തിന്നുന്ന ഈ കരിമണൽ ഖനനത്തിനെതിരെ ഈ പട്ടിണിപ്പാവങ്ങൾ 1000-ലധികം ദിവസങ്ങളിലായി സമരരംഗത്താണ്. ലോകത്ത് ആരും ചെയ്യാത്ത തരത്തിൽ സിംഗിൾ പോണ്ട് മൈനിങ് ആണ് ഈ ഗവൺമെൻറ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതിയോടുകൂടി KMML, IREL എന്ന് പറയുന്ന 2 കമ്പനിയെ കൊണ്ട് ചെയ്തത്. ലോകത്ത് ആരും ചെയ്യാത്ത ഒരു കർമ്മമാണ്. കാരണം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഹെവി ട്രെഡ്ജറാണ്, യോങ്ഷോങ് കമ്പനിയുടെ ട്രെഡ്ജറാണ് ഇവിടെ കൊണ്ടിട്ടത്. ഈ പൊഴിമുഖത്ത് ആ ട്രെഡ്ജർ കൊണ്ടിട്ടിട്ട് ഈ തീരത്ത് ഉള്ള മുഴുവൻ മണലും വലിച്ചെടുക്കുന്ന ഒരു പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനമാണ് ഈ തോട്ടപ്പള്ളി നടന്നത്. ഇതിൻ്റെ ഫലമായി 576 വീടുകളാണ്. നമ്മൾ ഒരു കണക്കെടുത്തപ്പോൾ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, പുറക്കാട്, അമ്പലപ്പുഴ തെക്ക് വടക്ക്, പുന്നപ്പുറ തെക്ക് വടക്ക് പഞ്ചായത്തുകളിലായി 576 വീടുകളാണ് പോയത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ട വീടുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളൊരു പ്രാഥമിക ഘടന, ഒരു പ്രാഥമിക ധർമ്മമെങ്കിലും ഈ ലാഭം ഉണ്ടാക്കിയ കമ്പനികൾ ചെയ്യണമല്ലോ. ഇപ്പോൾ ലാഭം ഉണ്ടാക്കിയത് IRELും KMMLും ആണെന്ന് സർക്കാർ പറയുന്നു. ആ ഉണ്ടാക്കിയ കമ്പനികൾ ഈ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. പൊതുഖജനാവിൽ നിന്നല്ല ഇവർക്ക് പണം കൊടുക്കേണ്ട. ലാഭം ഉണ്ടാക്കിയ കമ്പനികളുടെ വരുമാനത്തിൽ നിന്നും ഈ പാവത്തങ്ങൾക്ക് പണം കൊടുക്കണം. ഒരാൾ ഒരു ജീവിത കാലഘട്ടത്തിൽ അവൻ വീട് വെച്ച് അവൻ്റെ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കേണ്ട ഒരവസ്ഥ ഈ വൃത്തികേട് മൂലം നശിച്ചെങ്കിൽ ആ കുടുംബങ്ങൾ അനാഥമായില്ലേ? അത് ആര് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമരം നിസ്സാരമായൊരു സമരമല്ല. കാരണം ഞങ്ങൾ ഈ സമരത്തെ വഴിക്കിട്ട് പോകാത്തത് ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡ് ജെന്യുവിനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എഴുതി വച്ചിരിക്കുന്നത് കരിമണൽ ഖനനം അവസാനിപ്പിക്കുക, തീരം സംരക്ഷിക്കുക എന്നുള്ള ഡിമാൻഡ്. ഒപ്പം കുട്ടനാടിനെ സംരക്ഷിക്കുക, ലോക പൈതൃക പട്ടികയിൽപ്പെട്ട കുട്ടനാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടനാട് കൃഷിക്കാർക്ക് അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവരിപ്പോൾ ഞങ്ങളുടെ പരിപാടിക്ക് വരികയും ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇന്ന് അവർ സെക്രട്ടേറിയറ്റിൽ ഈ ഉപ്പുവെള്ള ഭീഷണിക്കെതിരെ വലിയൊരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിനുണ്ടെങ്കിൽ നടത്തുകയാണ് അവർ. രാവിലെ എന്നെ വിളിച്ചു, എനിക്ക് ചില പ്രയാസങ്ങളുള്ളതുകൊണ്ട് പോകാൻ പറ്റി. അതുകൊണ്ട് ഈ ഒരു സമരം ഭാവി തലമുറയ്ക്കും തീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതും ഒപ്പം കുട്ടനാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു സമരമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് കാലം തെളിയിക്കും. കരിമണൽ ഖനനം മൂലം ആലപ്പുഴ മുതൽ അഴീക്കൽ വരെയുള്ള തീരത്ത് ഇന്ന് തീരവും മണലുമില്ല. ഏകദേശം 8-9 വർഷമായി ആ മണ്ണ് വന്നടിയുകയും അത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. അതുമൂലം 500-നടുത്ത ആളുകൾ വഴിയാധാരമായി. വീടുകൾ നഷ്ടപ്പെട്ട് പലരും ഇന്ന് റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്നു. ബാക്കിയുള്ളിടത്താകട്ടെ വീടുകളിലെ ശൗചാലയങ്ങളിൽ പോലും ഉപ്പുവെള്ളം കയറി നിറഞ്ഞ അവസ്ഥയിലും. അത് കയറി ഇത്രയും നാളായെങ്കിലും എന്തെങ്കിലും ഒരു വോട്ട് വരുമ്പോൾ എല്ലാവരും വരും. ഞങ്ങൾ ഇപ്പം ചെയ്തു തരാം. ഇനി വോട്ട് വന്നാലും ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ലെന്ന് കരുതി തന്നെ നിൽക്കുക. എന്ന് വെച്ചാൽ ഇത് കണ്ട ഈ ഇത്രയും നഷ്ടങ്ങൾ വന്നിട്ട് 1 രൂപ എന്താണെന്ന് പോലും
ആളുകൾ തിരക്കിട്ടില്ല. എന്നിട്ട് വെറുതെ ഞങ്ങളെ ഇത്രയും നഷ്ടങ്ങൾ വരുത്തിയിട്ട് 10,000 രൂപ മുടക്കി അവർ ഇപ്പം തരാമെന്നും പറഞ്ഞ് എന്തെങ്കിലും കടൽ കയറുമ്പോൾ ഇപ്പം തരാമെന്നും പറഞ്ഞ് വന്നു. പക്ഷേ ഇതേവരെ അതിനൊരു കനയമനം പോലും തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊന്നും കിട്ടണ്ട. പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നാൽ മതി. അല്ലെങ്കിൽ 10 ലക്ഷം രൂപയും കൊണ്ട് ഞങ്ങൾ എങ്ങും പോകാൻ പറ്റത്തില്ല. 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ട് എന്തോ പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര റൗണ്ടായി, ഇനി അടുത്തത് മരുന്നെന്ന് പറയുന്നത്. ഇനി വന്നാലും ഇത്രയും കാശ് മുടക്കി വെച്ചേക്കുന്നത് ഇനിയും 1 ലക്ഷം രൂപയുടെ മേളിൽ ഈ സാധനം മുടക്കി വെച്ചേക്കും. ഇപ്പോൾ കടലിൽ വന്നാൽ ഒരു ഇതുമില്ല, അത് പോകുമെന്നുള്ള ഇതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിടക്കാനൊക്കെ എങ്ങും പോയി നമുക്ക് വാടകയ്ക്കാണെങ്കിലും പോയി കിടക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഒരു ലക്ഷ്യം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഈ നിരപ്പിന് ഇത് തന്നെ ഇത് കണ്ട ഇത്രയും. പിന്നെ അവർ എല്ലാവരും കാശ് മുടക്കി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇത് കണ്ട ഒരു പെരയും ബാത്റൂമും അടുക്കളയും എല്ലാമായിട്ട് പോയത്. ഒരു മുറിക്കകത്തിട്ടാണ് ഞാൻ പാചകം ചെയ്ത് വരാം ഈ കിടക്കുന്നത്. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ കൊട്ടിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായ ഒരു രോഗിയെ വന്ന് 3-5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. അവർ തന്ന 10-35,000 രൂപ അത് പോയിക്കോട്ടെ, നമുക്ക് കിടക്കുന്നിടം വരെ നമുക്ക് ജീവിക്കണ്ടേ. എന്തായാലും ഇതിൻ്റെ ഈ കടലിലെ മീൻ പിടിച്ചാൽ ഞങ്ങൾ ഈ പ്രദേശത്ത് കിടക്കുന്ന മൊത്തം ആളുകളും ജീവിക്കുന്ന. ഞങ്ങളിപ്പോൾ ഉള്ളവരെ 10 ലക്ഷം രൂപ വന്ന് കിഴക്കാ ഉള്ളവരെ പോയി 2-3 സെൻറ്റ് ചെള്ളം മേടിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞങ്ങളുടെ തൊഴിലിനെ അത് ബാധിക്കുമല്ലോ. നമുക്ക് മരിക്കുന്നിടം വരെ ഞങ്ങൾക്ക് ഇവിടെ കിടക്കണം. ഞങ്ങൾക്ക് ഒന്നും തരണ്ട, ഈ കടലിലൊന്ന് കല്ല് സീവാൾ കൊണ്ടുവന്നൊന്ന് ചെയ്തു തന്നാൽ മതി. അല്ല വേറെ ഞങ്ങൾക്കൊന്നും തരണ്ട. ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും കണ്ടില്ലേ, ചെയ്തു വെച്ചേക്കുന്ന കണ്ടില്ലേ, ഇത് കാണാം. ലക്ഷക്കണക്കിന് രൂപ മുടക്കാം കിടക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നേ കണ്ടില്ലേ, അങ്ങോട്ട് നോക്കിക്കേ. ഇതിന് മുമ്പ് എത്ര ടേൺ അങ്ങനെ ചെയ്തേക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ജീവിതം. നമ്മളിപ്പോൾ ഒരാളെ 2 എതിർത്തിട്ട് കാര്യമില്ലല്ലോ, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതിനായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തീരദേശ മേഖലയിൽ ഇപ്പം അതാണ്ട് ആലപ്പുഴ മുതൽ വലിയഴിക്ക് വരെ കിടക്കുന്ന തീരദേശ മേഖലയിൽ കിടക്കുന്ന ആളുകൾ തയ്യാറായാൽ മതി. കുറച്ചൊക്കെ തടയിടാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ നമ്മൾ 5-6 ആൾ കയറി തടഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്, എന്തെങ്കിലും നേട്ടം ഉണ്ട്? അതുകൊണ്ട് ഇല്ല. അതുകൊണ്ടൊരു ഗുണവും ഇല്ല. എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഈ കണ്ട കാലമൊക്കെ സമരപ്പന്തലും ഒക്കെ കെട്ടിവെച്ച് അവരെടുക്കുകയല്ലേ അവർ. അപ്പോൾ പിന്നെ നമ്മളത് 1-2 ആൾ കയറി എതിർത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ട്? ഇല്ല. അങ്ങനെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആലപ്പുഴ ജില്ല വിട്ട് എവിടെ പോകണമെന്ന് ഇവർക്കറിയില്ല. എവിടെ പോയാലും മത്സ്യബന്ധനത്തിനപ്പുറത്തേക്ക് മറ്റൊരു തൊഴിൽ ചെയ്യാനും ഇവർക്കറിയില്ല. കരിമണൽ ഖനനം മൂലം കടലിലെ മത്സ്യസമ്പത്തുകൾ പോലും നഷ്ടമായി. അടിക്കടി ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങളും കള്ളക്കടൽ പ്രതിഭാസവും ചുഴലിക്കാറ്റും ഈ മേഖലയെ സാരമായി ബാധിച്ചു. ചാകര എന്ന വാക്ക് ഇന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് സ്വപ്നമായി മാറുന്നു. ഞാനൊരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാണ്. ഈ തീരദേശം മൊത്തം മീറ്ററോളം അങ്ങോട്ട് കിലോമീറ്ററോളം കര എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അച്ഛനൊക്കെ പറയുന്നത് കടപ്പുറത്ത് പോകണമെങ്കിൽ കരിക്ക് വിട്ടുകൊണ്ടാണ് പോകുമെന്ന് പറയുന്നു. അത്ര കിലോമീറ്റർ അതൊന്നും എനിക്കറിഞ്ഞുകൂടെ. എങ്കിലും എൻ്റെ ഓർമ്മയിൽ 2 കിലോമീറ്ററിൻ്റെ അപ്പുറം തീരദേശം ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു. കടലിൽ ചാകര എന്ന ഒരു പ്രതിഭാസം ഇല്ല. അത് ഈ കടൽ ഈ മണ്ണെടുപ്പ് കൊണ്ടാണ്. മണ്ണെടുപ്പ് കൊണ്ടുണ്ടാകുന്നതാണ്. പ്രകൃതി ചൂഷണം ചെയ്തുകൊണ്ട് പോകുക. മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. കടലിലൊന്നുമില്ല. മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ കാശുണ്ടാക്കുന്നു. മത്സ്യത്തൊഴിലാളി മേഖലയെ വഞ്ചിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടി സമരങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരുപാട് നികൃഷ്ടമായിട്ട് സാറിന് നേതൃത്വത്തിൽ ഇവിടെ ഞാനും അത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വയ്യാതായ ആറ്റിന് വലിയ കുഴപ്പങ്ങൾ പോകുന്നില്ല. ഒരുപാട് ആളുകളെ ഇതിനെ ഉപദ്രവിക്കുകയും കേസുകളിൽ പ്രതിയാക്കുകയും ഒക്കെയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ കിലോമീറ്ററോളം ഈ കടപ്പുറത്ത് മണ്ണ് കുട്ടനാടൻ കൃഷിക്ക് വേണ്ടി ഇത് തുറന്നു കൊടുത്തതാണ്. അത് വെള്ളം അങ്ങോട്ട് കയറുമ്പോൾ ഇത് മണ്ണിട്ട് തന്നെ അടക്കും. ആ സംവിധാനം ഒന്നുമില്ല. വെള്ളപ്പൊക്കത്തെ രക്ഷിക്കാനാണെന്നും പറഞ്ഞാണ് ഈ മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് സർക്കാർ. ഞങ്ങളോട് ചെയ്യുന്ന അനീതിയാണിതെല്ലാം. ഇത്രയും നികൃഷ്ടമായിട്ട് മത്സ്യത്തൊഴിലാളി മേഖല എല്ലാ വിഭാഗത്തിലും മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ഒരു അനേകായിരം കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഒരു മേഖലയിലും ഈ കടപ്പുറത്ത് മീനുണക്കി ജീവിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്, ഷെഡ് കെട്ടി, അതൊന്നുമില്ല. കടപ്പുറത്ത് നിന്ന് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഉള്ള വീട് കൂടെ പൊളിച്ചുകൊണ്ട് പോകണമെന്ന്. എവിടെ പോകും? കിഴക്കോട്ട് എന്നാൽ അവിടെ താമസിക്കാനില്ല, പടിഞ്ഞാറ് താമസിക്കാനില്ല. എവിടെ ആളുകൾ താമസിക്കുന്നു? എല്ലാ വികസനവും സർക്കാർ പറയുന്നു. ഈ പാവപ്പെട്ടവൻ്റെ കാര്യം ഒന്നും പറയാനില്ല. അത്ര ഗതികെട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സമരം ചെയ്ത് ഇവിടെ ഒരുപാട് പേര് പങ്കെടുത്ത് അത് വിജയിച്ചില്ലെന്ന് പറയാനില്ല. അവരെ മൃഗീയമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നു പോലീസ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. എന്ത് രാഷ്ട്രീയ സ്വാധീനത്തിലും ഞങ്ങളെ ഒതുക്കുക.
ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല, താമസിക്കാൻ ഒരു സൗകര്യവുമില്ല. തീരദേശത്ത് നിന്ന് എവിടെ താൻ പോകും? നമ്മുടെ ഈ തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ നീണ്ടു കിടക്കുന്ന ഈ തീരം ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ നല്ല ഒരു തീരം ഉണ്ടായിരുന്നതാണ്. ഈ തീരം തോട്ടപ്പള്ളിയിൽ വന്ന ഹാർബറും തോട്ടപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ കരിമണൽ ഖനനവുമാണ് ഈ തീരം ഇത്രയും തകരാനുള്ള കാരണം. ഇവിടുന്നുള്ള മണൽ മുഴുവൻ തോട്ടപ്പള്ളിയിലേക്ക് പോവുകയും തോട്ടപ്പള്ളിയിൽ നിന്ന് IRE കടത്തിക്കൊണ്ടു പോവുകയാണ് മണ്ണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണുന്ന വീടുകൾ മുഴുവൻ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വീടുകൾ ഈ പ്രദേശത്തുനിന്ന് കടൽ കൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാം ഇവിടുന്ന് താമസം മാറിപ്പോയി. ഇപ്പോൾ ഏതാനും ചില വീടുകളാണ് ഇനി ഉള്ളത്. ആ വീടുകളുടെയും അവസ്ഥയാണ് ഈ കാണുന്നത്. മണൽ കൂട്ടി സ്വകാര്യ വ്യക്തികൾ മണൽ കൂട്ടി അവരുടെ കുടുംബം സംരക്ഷിക്കുകയാണ്. ഇത് ഗവൺമെൻറ് കാണേണ്ടതാണ് ഈ രംഗങ്ങൾ. അതുപോലെ തന്നെ ആഴക്കടൽ ഖനനവും ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിൽ വന്നിരിക്കുകയാണ്. ഇതും കൂടെ വന്നതോടും കടലും മത്സ്യത്തൊഴിലാളിക്ക് അന്യമാകാൻ പോകുന്നൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ തോട്ടപ്പള്ളിയിലുള്ള ഹാർബറും അവിടുന്ന് പോകണം. അതുപോലെ തന്നെ കരിമണൽ ഖനനവും അവിടുന്ന് പോയെങ്കിൽ മാത്രമേ ഈ തീരം സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഗവൺമെൻറ് സീവാൾ ഇടാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെക്കും സീവാൾ വന്നിട്ടില്ല. സീവാൾ മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ശാശ്വത പരിഹാരം തോട്ടപ്പള്ളിയിൽ നിന്നുള്ള മണലെടുപ്പ് നിർത്തണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സീവാൾ കൊണ്ടുവരിക, എന്നാലേ ഇവിടെയൊക്കെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ മണൽ കൊണ്ടാണ് ഈ വീട്ടുകാർ ഇത്രയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനും മണ്ണിനും ഒരു വിലയും കൽപ്പിക്കാത്ത കൊളോണിയൽ ചൂഷണകാലത്താണ് ഇവിടെ ഖനനം തുടങ്ങിയത്. 1911 ഡോക്ടർ ഹാരിസ് കോംബർഗ് എന്ന ജർമ്മൻകാരനാണ് അതിന് തുടക്കമിട്ടത്. കങ്കാണിപ്പണിയായിരുന്നു അന്ന്. പിന്നെ നാട്ടുമുതലാളിമാരുടെ കമ്പനികൾ ഖനനം തുടങ്ങി. അവരും പിന്തുടർന്നത് സായിപ്പന്മാരുടെ ചൂഷണ മാതൃക. പിന്നീട് കേരള സർക്കാരുകളുടെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളായ KMML-ഉം IREL-ഉം ഖനനം തുടങ്ങി. സ്വഭാവം മാറിയെങ്കിലും അവരും പിന്തുടർന്നത് അതേ കൊളോണിയൽ ചൂഷണ മാതൃക. ഇന്നും തുടരുന്നതും അത് തന്നെ. കരിമണലിൽ നിന്നും ഇലിമിനേറ്റ്, റൂട്ടൈൽ, സിൽക്കോൺ, മോണോസൈറ്റ്, സിലിമിനേറ്റ്, ഗാർനേറ്റ് എന്നിവയാണ് വേർതിരിച്ചെടുക്കുന്നത്. ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ പൊന്നിൻ വിലയാണ്. എന്നാൽ ഈ പ്രക്രിയ നടത്താതെ അസംസ്കൃത വസ്തുക്കൾ വിറ്റഴിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മോണോസൈറ്റ് ആണവ ഊർജത്തിനായി മാറ്റിവെക്കുന്നു. പ്ലാസ്റ്റിക് മുതൽ വിമാനം വരെയുള്ളവ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കേണ്ട ഇൽമിനേറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി വിറ്റഴിക്കുകയാണ്. കരിമണൽ ഖനനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ മണൽ നഷ്ടപ്പെടുകയും തീരം നഷ്ടപ്പെട്ട റോഡിലേക്ക് പോലും കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിന് താൽക്കാലികമായിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ ഈ ജിയോ ബാഗുകൾ നിറച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ വ്യാപകമായി മണൽ അടുക്കുകയും ആ മണൽ വ്യാപകമായി തോട്ടപ്പള്ളിയിൽ നിന്ന് മണലെടുക്കുന്നത് കൊണ്ട് അത് പറയുന്നത് കുട്ടനാടിൻ്റെ പേരിലാണ് മണ്ണെടുക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നിലവിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ചെല്ലുമ്പോൾ കാണുന്നത് നിലവിലെ തോട്ടപ്പള്ളിയിലെ പൊഴി. അത് സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും പ്രകൃതി തന്നെ മണ്ണിട്ട് മൂടുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം അത് മൂടാതെ കൃഷി നശിക്കുന്നതുകൊണ്ട് കൃത്യമായും സർക്കാരിന് പണം ചെലവഴിച്ച് അത് മണ്ണിട്ട് മൂടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു സാമൂഹിക പരിസ്ഥിതി പ്രത്യാഘാതത്തിലൂടെയാണ് നമ്മുടെ തീരദേശം കടന്നു പോകുന്നത്. മത്സ്യസമ്പത്ത് കുറഞ്ഞതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ആഴക്കടലിലേക്ക് പോകേണ്ട അവസ്ഥയാണ് തൊഴിലാളികൾക്ക്. തീരം കടലെടുക്കുന്നത് തീരത്തെയും കടലിൻ്റെയും ജൈവ വൈവിധ്യങ്ങൾ കുറയ്ക്കാനിടയാക്കി. ചെറുമത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായ ലവണസമ്പന്നമായ മഡ് ബാങ്കുകൾ നശിച്ചു. കടലിലേക്ക് വള്ളം ഇറക്കാനും വലകൾ ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. ഈ കരിമണൽ ഖനനം കൊണ്ട് ഇപ്പോൾ ആലപ്പാട് പഞ്ചായത്തിലാണ് തുടക്കം. ആലപ്പാട് പഞ്ചായത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 3000-ഓളം കുടുംബങ്ങൾ അവിടെ നിന്ന് കുടിയൊഴുകപ്പെട്ടിട്ടുണ്ട്. ആ പ്രദേശം മൊത്തം ഏതാണ്ട് തീർന്ന ലെവലായി ഇരിക്കുക. ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. തീരപ്രദേശത്ത് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ക്യാമറ കണ്ടൊന്ന് പടിഞ്ഞാറ് വശത്തോടൊന്ന് ഓടിക്കാനാണെങ്കിൽ കുറേ തെക്കോട്ട് വടക്കോട്ടും പോകാനാണെങ്കിൽ അമ്പലപ്പുഴ ഭാഗങ്ങളിലേക്ക് പോകാനാണെങ്കിൽ വീടുകളുടെ അസ്ഥിപഞ്ജരങ്ങൾ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. കുറേ വീടുകൾ ഇങ്ങനെ വേറെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സ്വരുക്കൂട്ട് വെച്ച 5-10 രൂപ വെച്ചുണ്ടാക്കിയ ഓരോ വീടും അവിടെ നശിച്ചുകൊണ്ടിരിക്കുക. കടലാക്രമണം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് പറയുന്നത് ഈ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്ലിടലാണ്. കല്ലിടൽ കൊണ്ട് സത്യത്തിൽ യാതൊരു പ്രയോജനവും
ഇല്ല എന്നുള്ളതാണ്. മണ്ണുമാന്തി യന്ത്രങ്ങളും ടിപ്പറുകളും മാത്രമാണിന്ന് തോട്ടപ്പള്ളി തീരത്ത് കാണാനാകുന്നത്. സ്വകാര്യ കമ്പനി രജിസ്റ്ററുകളിലുള്ള PVയും RCയും എല്ലാം കവർന്നെടുത്തത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിലെ ഏക സമ്പത്താണ്. ഉൾക്കടലിൽ വലയെറിഞ്ഞ് അവർ സ്വരുക്കൂട്ടി വെച്ച നാണയത്തുട്ടുകൾ ചേർത്ത് സമ്പാദിച്ചത് ഇന്ന് തകർന്നതും തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നതുമായ ഈ വീടുകളാണ്. AC കാറുകളിൽ ചുറ്റി നടക്കുന്ന കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന PV RCമാർ ഇവിടേക്ക് ഇടയ്ക്കെങ്കിലും തിരിഞ്ഞു നോക്കണം. വീടിൻ്റെ ഹാളിൽ തന്നെ ഊണും ഉറക്കവും പ്രാഥമിക കൃത്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു കൂട്ടം നിസ്സഹായരായ മനുഷ്യരെ കാണാൻ കഴിയും. ഭരണാധികാരികൾ ഒന്നാലോചിക്കണം. നിങ്ങൾ നൽകാനിരിക്കുന്ന 10 ലക്ഷം രൂപ കൊണ്ട് ഇവർക്കിനി ജീവിക്കാൻ കഴിയുമോ? സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുമ്പോൾ നിങ്ങൾ ഓർക്കണം, എല്ലാം നഷ്ടമായ നിങ്ങൾ സ്വപ്നങ്ങൾ തച്ചുടച്ച ഒരു കൂട്ടം മനുഷ്യരെയാണ്, ഉപ്പുവെള്ളം കുടിച്ച് തങ്ങളുടെ ഭാവി തലമുറ മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നത്. പൊന്നിൻ വിലയാണിതിന്. പക്ഷേ തോട്ടപ്പള്ളിക്കാർക്കെല്ലാവർക്കും ഇത് പൊന്നല്ല, തങ്ങളുടെ ജീവിതമാർഗം തകർത്തു കളഞ്ഞ മൺതരികളാണ്. കരിമണൽ ഖനനം നടത്തുന്നവർ ഒന്നോർക്കുക, നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കുറേയധികം മനുഷ്യരെ ആത്മഹത്യയുടെ വക്കിലാണ്. ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ അനുവദിക്കണം. ക്യാമറമാൻ സനീഷിനോടൊപ്പം ആഗ്ര കൃഷ്ണ, IBN മലയാളം.